വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മാമ്പഴവും വെർമിസെല്ലിയും കൂടിയുള്ള ഒരു പായസമാണ്. വെർമിസെല്ലി 2.5 കപ്പ്, പാൽ 1 ലിറ്റർ, 2 മാമ്പഴം ചെറുതായി അരിഞ്ഞത്, 4 ടേബിൾ സ്പൂൺ നെയ്യ്, 1 കപ്പ് പഞ്ചസാര, കാഷ്യൂനട്ട്, റേസിൻസ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിന് വെള്ളം. ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഒരു കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. മാമ്പഴം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂനട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് എല്ലാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്തു മാറ്റാം. ഇനി നമുക്ക് റൈസിൻസ് ഫ്രൈ ചെയ്തെടുക്കാം. റൈസിൻസ് എല്ലാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് നമുക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ചെറിയ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ വെർമിസെല്ലി ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്ന നമ്മളുടെ മാമ്പഴം നന്നായി വെന്തിട്ടുണ്ട്. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആ മാമ്പഴം വേവിച്ചത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റും കൂടി വെച്ചാൽ മതി. ഇത് ഞാൻ അധികം കട്ടിയില്ലാത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, നല്ല തിന്നായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് വേഗം വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റും കൂടെ ഇത് മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലാട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വെർമിസെല്ലി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മധുരം ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തു വെച്ചിരുന്നത്. അതിൽ 3/4 കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പഞ്ചസാര കൂടെ നമുക്കിതിലേക്ക് ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കൂടും. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ഇട്ട് കൊടുക്കാം.
നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യണം. ഈ മാംഗോ പ്യൂരി ഞാൻ അരിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നാരുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ അരിച്ചെടുക്കണം. ഇത് നാരൊന്നും ഇല്ലാത്ത മാങ്ങ ആയതുകൊണ്ട് എനിക്ക് അരിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഇത് നല്ലപോലെ തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റൈസിൻസും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ മാംഗോ വെർമിസെല്ലി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.